സുന്നത്തിന് വലിയ ഫേമസ് അല്ലേ? ഉന്നത്തിന്റെ പേരിൽ ഇത്ര ഫേമസ് ഉള്ള വേറൊരു മാപ്പിള ഉണ്ട് അവിടെ പോയി ചെയ്താൽ അയാള് എന്താ ഇത് വിഷയം? ഇത് വലിയ വിഷയമാണ്. എന്താ വിഷയം? ഈ വിഷയത്തിന്റെ പ്രശ്നം എന്താ? ഇത് ലീഗിന്റെ കോൺസ്പിറസിയാണ്, ഗൂഢാലോചനയാണ്. എന്താ ഇതിന്റെ ഗൂഢാലോചന? ഇത് മുസ്ലിം സമുദായത്തിനകത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് സ്വാഭാവികമായിട്ടും CPM അടക്കമുള്ള ജനാധിപത്യവാദികൾ പറയും താടിയൊന്നും പോലീസിൽ വേണ്ട, നാളെ കുറി വേണമെന്നും ഇവൻ പറയും കൊന്ത വേണമെന്ന് ക്രിസ്ത്യാനി പറയും. അതുകൊണ്ട് ജനാധിപത്യ പോലീസിനകത്ത് അത് വേണ്ട, പോകുന്നമാരി പോയിക്കോട്ടെ എന്ന് CPM പറയുമ്പോ CPM-നെ പ്രതിപക്ഷത്ത് നിർത്താൻ ഇടതുപക്ഷത്തെ മുസ്ലിം സമുദായത്തിന്റെ പ്രതിപക്ഷത്തേക്ക് കൊണ്ടുപോകാനുള്ള ലീഗിന്റെ തന്ത്രത്തിന്റെ പേരാണ് താടി. ഒരു സംശയമില്ല. അത്ര വലിയ താടി ആഗ്രഹമുണ്ട്. 5 മന്ത്രി ലീഗർക്കില്ലായിരുന്നോ? ഒരക്ഷരം അന്നും ഉണ്ടാത്ത പെട്ടെന്ന് താടി ഉണ്ടാവേ? വേറൊരു കാര്യം ഇസ്ലാം പറയുന്നുണ്ട് താടി വേണമെന്ന്. താടി നിർബന്ധമാണെങ്കിൽ പാണക്കാട് തങ്ങളിട്ടേക്കത് വേണ്ടേ? പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, അവരുടെ പിതാവ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആരാ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ? പ്രവാചകന്റെ 41ാമത്തെ പേരക്കുട്ടിയാണെന്ന് ലീഗ് പറയുന്നു. ആ 41ാമത്തെ പേരക്കുട്ടിക്കില്ലാത്ത താടി എന്തിനാ പാവപ്പെട്ട പോലീസുകാരന്? ആ കൂട്ടത്തിൽ ഇപ്പൊ ലീഗിന്റെ നേതാവ്, യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ആരെ? ആ കുടുംബത്തിൽ ജനിച്ച വലിയ പോലീസിയെന്നാണ്. അത് പോട്ടെ. ഈ 42ാമത്തെ പേരക്കുട്ടിയാണല്ലോ മുനവ്വർ അലി തങ്ങള്. മുനവ്വർ അലി തങ്ങൾക്ക് താടി ഉണ്ടോ? കേരളത്തിന്റെ പുറത്തോ അയാൾ ഫേസ്ബുക്ക് നോക്കിയാൽ കാണാം, ഇയാൾ തൊപ്പി പോലും ഇടയില്ല, യോ ആയിട്ട് ഇങ്ങനെ നടക്കുക. ഒരു പ്രശ്നമില്ലല്ലോ. ബാക്കി ലീഗുകാർക്ക് ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഇതൊന്നും ഇവർക്കൊന്നും ഇല്ലാത്ത എന്ത് ഇസ്ലാമ കേരളത്തിലെ പാവപ്പെട്ട പോലീസുകാരന് വേണ്ടത്? ഇത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. അപ്പൊ ലീഗ് ഇസ്ലാം നിങ്ങൾ തൊട്ട് കളിക്കരുത്. ഞങ്ങൾ വിനീതമായി പറയും, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പറ, ഞങ്ങളുണ്ടാവും നിങ്ങളെ കൂടെ ഫൈറ്റ് ചെയ്യാൻ, ഞങ്ങളുണ്ടാവും പോരാട്ടത്തിന്റെ ഭൂമികയിൽ. പക്ഷേ ഇസ്ലാമിന്റെ അട്ടിപ്പേർ നിങ്ങൾ അവകാശപ്പെടരുത്. ഇസ്ലാം നിങ്ങളുടെ സാധനമല്ല. അങ്ങനെയാണ് ലീഗിന്റെ ഇസ്ലാമൊക്കെ ഒന്ന് നമ്മൾ പരിശോധിക്കണ്ടേ. ലീഗ് പറയുന്നത് അവർ താടിയുടെ വിഷയം എടുത്തത് കൊണ്ട് ലീഗിന്റെ ഇസ്ലാം എന്താ? ഇസ്ലാമുമായി വല്ല ബന്ധമുള്ള സാധനമാണോ ഇസ്ലാം? ഒന്ന്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത മുതലാളിത്ത വിരുദ്ധ രാഷ്ട്രീയ. 2 സാധനമാണല്ലോ. ഒന്നെന്താ? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ. അള്ളാഹു പലിശ ഹലാലാക്കി ഹറാമാക്കിയിരിക്കുന്നു, കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹിന്റെ പ്രവാചകൻ പറയാം. എന്താ കാരണം? അത് പ്രവാചകന്റെ രാഷ്ട്രീയ സാമ്പത്തിക നയത്തിന്റെ ദിശാസൂചികയാണ്. എന്താ പറയുന്നത്? നിങ്ങൾ പലിശ വാങ്ങാനേ പാടില്ല, പലിശ ചൂഷണമാണ്. മറ്റൊരു സംഗതി, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുതലാളി 2.5% കൊല്ലത്തിൽ കണക്കെടുത്ത് കൊടുക്കേണ്ട പേരാണ് സക്കാത്ത്. ഇത് രണ്ടും ഇസ്ലാമിന്റെ മുതലാളിത്ത വിരുദ്ധതക്ക് തെളിവാണ്. ഇസ്ലാം എത്ര വലിയ മുതലാളിത്ത വിരുദ്ധാണെന്ന് നമുക്ക് പിന്നീട് പറയാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ലീഗിന് ഇതിലേതെങ്കിലും ലീഗിന് എതിർപ്പുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ? ലീഗ് എപ്പോഴും സക്കാത്തിനെ കുറിച്ച് പറഞ്ഞോ? പലിശയെ കുറിച്ച് ഇപ്പൊ നമ്മളൊന്ന് പരിശോധിക്കുക. ലീഗ് പലിശയുമായി ബന്ധപ്പെട്ട ലീഗിന്റെ കാഴ്ചപ്പാടെന്താ? ലീഗ് എപ്പോഴെങ്കിലും പലിശ എതിർത്തൊരു പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? പലിശ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, പലിശ ഭക്ഷിക്കുന്നവൻ, പലിശക്ക് വേണ്ടി കാവൽ നിൽക്കുന്നവൻ, അതിനുവേണ്ടി എടുത്തു നടത്തുന്നവൻ കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണെന്ന് വിശുദ്ധ പ്രവാചകൻ പറയുന്നു. ലീഗ് ഒന്ന് പറയട്ടെ, എന്താണ് പലിശയെ കുറിച്ച് ലീഗിന്റെ കാഴ്ചപ്പാട്? അള്ളാന്റെ പ്രവാചകൻ സബഉൽ മൂബിഖാത്തിൽ അത് പെടുത്തുന്നു. സബഉൽ മൂബിഖാത്ത് പറഞ്ഞാൽ തൗബ ചെയ്താൽ പോലും അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു പുറത്തു കൊടുക്കുള്ളൂ. അങ്ങനത്തെ കുറ്റമായ പലിശ. ഈ പലിശയെ കുറിച്ച് ലീഗിന്റെ കാഴ്ചപ്പാട് ഇസ്ലാമാണുള്ളവർ പറയുന്നു. ഒന്ന് പറയട്ടെ, 87 സർവീസ് സഹകരണ ബാങ്കുകളാണ് ലീഗ് ഒറ്റക്കും UDF മുന്നണിയുടെ കേരളത്തിൽ ഭരിക്കണ. ചില്ലറ സംഗതിയല്ല. ഇവിടെയൊക്കെ ഉണ്ടംപോരിയാണോ ലീഗ് കൊടുക്കുന്നത്? ഇവിടെയൊക്കെ പലിശയല്ലേ കൊടുക്കുന്നത്? എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ പറയാൻ ഞങ്ങളാണ് ഇസ്ലാം. അള്ളാഹു സബഉൽ മൂബിഖാത്തിൽ പെടുത്തിയ സാധനം. അതിൽ രസകരമായ സംഭവം എന്താ? വ്യഭിചാരത്തിന്റെ അതേ കുറ്റമാണ് ഇതിന്, പലിശ വാങ്ങുന്നതിന്. ഈ പലിശ വാങ്ങി കൊടുക്കുന്ന ബാങ്കുകളിലേക്ക് ജയിച്ചു പോകുന്ന ഹാജിയാക്കന്മാർ സമസ്തയുടെ പ്രസിഡന്റായ തങ്ങള്, അതുകൂടി പറയണ്ടേ, സമസ്തയുടെ പ്രസിഡന്റാണ്, ഇസ്ലാമിക പണ്ഡിതനാണെന്ന് അവകാശപ്പെടുന്നു. ആ അവകാശപ്പെടുന്ന തങ്ങളിപ്പാപ്പ പറയേണ്ട പലിശ ഹറാമാണെന്ന്. എന്താ നേരെ പറഞ്ഞെന്താ ചെയ്യാ? ജയിച്ചു ചെല്ലുന്ന ആചാരോട്, കുട്ടിയെ ഇജ്ജ് മാങ്ങരുത് കേട്ടോ, പലിശക്ക് വലിയ ഹറാമാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട തങ്ങൾ പകരം എന്താ? അൽ ഫാത്തിഹ. ഞാൻ ചെന്നാണ് തങ്ങളോട് പറയാം എനിക്ക് വ്യഭിചരിക്കാൻ പോണോ, അന്നായിക്കോട്ടെ ബിസ്മിയൊക്കെ ചെല്ലി ഇന്നെ പറഞ്ഞയക്കുക. അങ്ങനെയുണ്ട്. ബിസ്മി ഒന്നൊക്കെ എടുത്തുനിന്ന് പോയിക്കോച്ച് നന്നായി വ്യഭിചരിച്ച് വാങ്ങി. ഇത് ഇസ്ലാമാണ്. ഇതിനെ ഇസ്ലാം എന്ന് പറയാൻ പറ്റും? നിങ്ങളൊന്ന് പറയും. അതുകൊണ്ട് ഇതിനെ ഇസ്ലാമാണെന്ന് ലീഗിനെ ഇസ്ലാമുമായി നിങ്ങൾ ബന്ധപ്പെടുത്തരുത്. നമ്മുടെ സ്ത്രീകൾക്കിടയിലേക്ക്, നമ്മുടെ സാധാരണ സ്ത്രീകൾക്കിടയിൽ ഇസ്ലാമിനെ പറഞ്ഞ് പാണക്കാട് തങ്ങളിപ്പാപ്പാന്റെ പോരിശ പറഞ്ഞ് ലീഗ് നടത്തിയ രാഷ്ട്രീയം അത് അവസാനിച്ചുകൊണ്ടിരിക്കുക. അത് അവസാനിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് ഇവിടുത്തെ ചില മൂല്യന്മാരാ. അത് പറയാതെ നിർവാഹമില്ല. എന്താ ഈ മൂല്യന്മാര്? ഭയങ്കര പ്രസംഗമാണല്ലോ ഇപ്പൊ നാട്ടില്. എല്ലായിടത്തും വയലുകൊണ്ട് വയല്. ഇപ്പം കഴിഞ്ഞ ദിവസം
എന്താ നടക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നൈതികതയോ നീതിയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടണോ? ഇല്ലല്ലോ. പ്രസംഗത്തിൽ സ്ത്രീകളെ വൈകാരികതയെ ഉണർത്തുന്ന ചില സാധനങ്ങൾ. എന്താ ഒരു പ്രസംഗത്തിന്റെ വയലിന്റെ വിഷയം? എന്താ ഒരു വയലിന്റെ വിഷയമാണ് ഖബറിലെ ആദ്യ രാത്രി. ഖബറിലെ ആദ്യ രാത്രി കിടക്കാൻ പോകില്ലേ വേണം. എന്നിട്ട് ഉമ്മ അത് കേട്ടാണ്ട് ഇങ്ങനെ ആവേശം കൊള്ളും. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ എന്റെ ഉമ്മനോട് പറയാം, കുഞ്ഞുമാൻ എനിക്കൊരു 10,000 റുപ്യാണ്. ഞാൻ ചോദിച്ചു, സാധുവായ വിദ്യാർത്ഥിയായ ഞാനെങ്ങനെ നിങ്ങൾക്ക് 10,000 റുപ്യ തരാം? എന്തിനാ നിങ്ങൾക്ക് ഇത്ര ഗതിയിട്ടൊരു 10,000 ചോദിച്ചപ്പോ എന്റെ അമ്മ പറഞ്ഞത്, സ്വർഗത്തിൽ നീണ്ടീർന്ന് കിടക്കണമെങ്കിൽ 10,000 റുപ്യ വേണമെന്ന് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു. ഒരു കട്ടില് കിട്ടണമെങ്കിൽ എന്ന് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു. സാധാരണ ഐക്യ സംസ്ഥയുടെ പള്ളിയാണ്. സ്വാഭാവികമായിട്ടും അവിടെ എല്ലാ ഞായറാഴ്ചയും ഖുർആൻ ക്ലാസ് ഉണ്ട്. അവന്റെ അമ്മ പോകും, നമ്മളതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് വന്ന് എന്റെ അമ്മാനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ 2,000 റുപ്യ തരാം, ആദ്യം ഞങ്ങൾ അതിന്റെ ഉള്ളിക്കൊന്ന് കടക്കി ഒരു കസാല കിട്ടും സ്വർഗത്തിൽ നോക്കി. എന്റെ അമ്മാനോട് പറയേണ്ട ഗതികേടിലേക്ക് ഞാൻ പോയി. കാരണം എന്താ, ഈ സ്ത്രീകളുടെ വൈകാരികതയെ പിടിച്ചുലച്ചുകൊണ്ടാണ് ഇവർ പ്രസംഗിക്കുന്നത്. അതിനെ നിർത്തിയിട്ട് സ്ഥിരമായി കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പില് തലേ ദിവസം വരെ ഞങ്ങളുടെ നാട്ടിൽ CPM ഒന്നുമില്ല. CPM ഇല്ലാത്തൊരു ഗ്രാമത്തിലെ ആള് ഞങ്ങളൊക്കെ SFIക്കാർ കുറച്ച് ആളുകൾ ചേർന്ന് CPM ഉണ്ടാക്കി ഒരു സ്ഥാനാർത്ഥിയെ സ്വതന്ത്രമായി നിർത്തി. തലേ ദിവസം വരെ എന്റെ അമ്മ പറഞ്ഞു, എന്ത് ഇജ്ജ് നിൽക്കല്ലേ, ഏതായാലും ഈ എന്റെ ആൾക്കാരല്ലേ നിൽക്കണം, ഞാൻ വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ എന്റെ അമ്മ തലേ ദിവസം ഖുർആൻ ക്ലാസ് കഴിഞ്ഞപ്പോ എന്നോട് മുണ്ടണില്ല. എന്നോട് മുണ്ടിയ പ്രശ്നമാണ്. ഇന്നെങ്ങനെ തിരിഞ്ഞു നടക്കുക എന്റെ അമ്മ. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമ്മാനോട് വോട്ട് കിട്ടണല്ലോ. ഞാൻ ചോദിച്ചു, എല്ലാം എന്താ പ്രശ്നം, ഞാൻ എന്താ നിങ്ങളെ കാട്ടി എന്ന് ചോദിച്ചു. എന്റെ അമ്മ മിണ്ടണില്ല. കയ്യിലൊരു പുതിയ തസ്ബീമാലി ഒരു വെള്ളവും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ? അപ്പൊ അമ്മ പറയാ, ഇത് പാണക്കാട് നിന്ന് കൊടുത്തയച്ച കോണിക്ക് വോട്ട് ചെയ്യാനും പറഞ്ഞാണ്. തലേ ദിവസം വരെ എനിക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞ എന്റെ അമ്മ. എങ്ങനെയുണ്ട് ഈ രാഷ്ട്രീയമൊക്കെ അവസാനിക്കേണ്ട കാലം കഴിഞ്ഞ് നിങ്ങൾ രാഷ്ട്രീയം പറയും. ഞങ്ങൾ ലീഗിനെ വെല്ലുവിളിക്കുക. ഇസ്ലാമിന്റെ വിമോചന ദൈവശാസ്ത്രം, ഇസ്ലാമിന്റെ വിമോചന രാഷ്ട്രീയം പറയും. ആയത്തും ഹദീസും നിങ്ങൾ പറഞ്ഞോ, ഞങ്ങളുണ്ടാവും സിന്ദാബാദ് വിളിക്കാൻ. അല്ലാതെ നിങ്ങൾ ഈ സ്ത്രീകളുടെ ഉമ്മാക്കി കാണിച്ച് സ്ത്രീകളെ, പാവപ്പെട്ട സ്ത്രീകളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയം അവസാനിക്കേണ്ട കാലമാണ്. മതം പറഞ്ഞുള്ള രാഷ്ട്രീയം അവസാനിക്കേണ്ട കാലമാണ്. മതങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യം പറയാണ്ട്. മുതലാളിത്വത്തിന്റെ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിൻ്റെത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? അതിലെന്തെങ്കിലും കീഴാളന്റെ കൂടെ മുതലാളി, കീഴാളന്റെ കൂടെ ലീഗ് നിന്നിട്ടുണ്ടോ? ഒന്ന് പരിശോധിക്കുന്ന ചരിത്രത്തിൽ എവിടെയെങ്കിലും 1987 EMS ഗവൺമെന്റ് ഇവിടെ വിമോചന സമരം നടത്തിയില്ലേ ലീഗ്? അന്ന് വിളിച്ച മുദ്രാവാക്യം ലീഗിന് ഓർമ്മയുണ്ടോ? 1 കെട്ടും 2 കെട്ടും EMSന്റെ ഓളിങ് കെട്ടും. അല്ല, അന്ന് വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു? അന്ന് വിളിച്ച മുദ്രാവാക്യം പാളയകഞ്ഞു കുടിപ്പിക്കും, തമ്പ്രാനെന്ന് വിളിപ്പിക്കും, ചാത്തൻ പൂട്ടാൻ പോവട്ടെ, ചാക്കോ ഭരിക്കാൻ പോട്ടെ. ഇതൊക്കെ ലീഗ് വിളിച്ച മുദ്രാവാക്യം. ഇങ്ങോട്ട് വലിയ കുളൂസര്, ഞങ്ങൾ പാവപ്പെട്ടവന്റെ ആളാണ്. 57 കേരളത്തിൽ വിളിച്ചതാ. എന്താ പാളയകഞ്ഞു കുടിപ്പിക്കും? എന്താ ഈ പാളയകഞ്ഞു കുടിപ്പിക്കുക പറഞ്ഞാൽ? പാള എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജന്മിയായ ഏതെങ്കിലും ആചാര്യയുടെ മുന്നിൽ, വീട്ടിന്റെ മുന്നിലുണ്ടാകുന്ന ചില കുഴികളുണ്ട്. ആ കുഴിയിലേക്ക് പാള ഇറക്കി വെച്ച് അതിലേക്ക് കഞ്ഞി പാർന്നു കൊടുത്ത് അങ്ങനത്തെ കോരന്മാരെ കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന പാർട്ടിയുടെ പേരാണ് ലീഗ്. CPM. നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അങ്ങനെയാണ് ഈ രാജ്യത്ത് അന്ന് ലീഗ് വിളിച്ച മുദ്രാവാക്യം പാളയെ കഞ്ഞ് കുടിപ്പിക്കും, തമ്പ്രാനെന്ന് വിളിപ്പിക്കും. കാരണം ഇവിടുത്തെ അബ്ദുൾ റബ്ബിന്റെ ഒക്കെ വാപ്പാരെ കണ്ടാൽ ഇത് പറയുന്നേ നമുക്കൊരു പേടിയില്ല. തമ്പ്രാനെന്ന് വിളിക്കണം, തമ്പ്രാനെന്ന് വിളിപ്പിക്കും, ചാത്തൻ പൂട്ടാൻ പോകട്ടെ. ആരാ ചാത്തൻ? ഇവിടുത്തെ ദളിതന്റെ അധസ്ഥിതന്റെ പ്രതിനിധിയായ ചാത്തൻ. ആ ചാത്തൻ പൂട്ടാൻ പോവട്ടെ, ചാക്കോ ഭരിക്കാൻ പോവട്ടെ. ആരാ ചാക്കോ? ചാക്കോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുതലാളിന്റെ പ്രതിനിധി. ഇങ്ങനത്തെ മുതലാളിത്തത്തിന്റെ രാഷ്ട്രീയം ഇസ്ലാം കൈകാര്യം ചെയ്യണം. അതാ നമ്മളെ ചോദ്യം. ഇസ്ലാമിന് അങ്ങനെ സാധനം ഉണ്ടോ? ഇസ്ലാം മുതലാളിത്തത്തിന്റെ മതമേ അല്ല ലീഗ്. ഇസ്ലാം കീഴാളന്റെ മതമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിതകാലത്ത് മുഴുവൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. ലീഗ് ഒന്ന് മനസ്സിലാക്കിക്കോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, എന്നെ തൊഴിലാളിയായി ജീവിപ്പിക്കണേ. നാളെ ലീഗ് മറുപടി മിസ്കീൻ എന്ന് പറഞ്ഞ തൊഴിലാളി എന്നല്ല, മിസ്റ്റർ ഫക്കീർ. തൊഴിലാളി എന്ന ഒരു സംശയം വേണ്ട. ദരിദ്രൻ എന്നുള്ളത് എന്താ പറയാ? ഫക്കീർ എന്നാ പറയാ. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, എന്നെ തൊഴിലാളിയായി ജീവിപ്പിക്കണേ. വഅമിത്നി മിസ്കീന, അവിടെ വലിയ കുളൂസ് കാട്ടി മരിക്കുമ്പോ എന്നെ മുതലാളിയായി മരിപ്പിക്കണം എന്നല്ല പറഞ്ഞത്. വഅമിത്നി മിസ്കീന, എന്നെ മരിപ്പിക്കുമ്പോ അതും തൊഴിലാളിയായി മരിപ്പിക്കണേ. അവിടെ നിന്ന് കഴിഞ്ഞ പ്രവാചകൻ പറഞ്ഞ വാക്കുണ്ട്, അതൊന്ന് ഓർത്തു നോക്കണങ്ങള്. ലീഗ് ഒന്ന് മനസ്സിലാക്കണം. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അള്ളാന്റെ പ്രവാചകരെ കുറിച്ച് നിങ്ങൾ ആവേശം കൊള്ളാറുണ്ടല്ലോ. ഇവിടുത്തെ മതസംഘടനകളൊന്ന് പറയട്ടെ എന്നോട്. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ, എന്നെ നാളെ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ കുഞ്ഞാലിക്കുട്ടി
സാഹിബിന്റെ കൂടെ വേണമെന്നല്ല പറഞ്ഞത്, തങ്ങളുപ്പാപ്പാന്റെ കൂടെ വേണമെന്നല്ല പറഞ്ഞത്, റോൾസ് റോയ്കളിൽ ചെത്തുന്ന പാണക്കാട് കുട്ടികളുടെ കൂടെ വേണമെന്നല്ല പറഞ്ഞത്. എന്റെ മുന്നിലിരിക്കുന്ന പാവപ്പെട്ട തൊഴിലാളിയുടെ കൂടെ സ്വർഗത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ പ്രവാചകൻ. ആ പ്രവാചകന് ലീഗായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇത് നേരത്തെ വരുന്നില്ല, ഈ പ്രവാചകൻ അറിയാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. ലീഗ് അടക്കമുള്ള ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കീഴാളന്റെ രാഷ്ട്രീയ. അള്ളാന്റെ പ്രവാചകന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ മുതലാളിത്ത വിരുദ്ധതയാണ് 90%. അതുകൊണ്ട് ലീഗിനത് പറയാൻ അവകാശമില്ല. അതാ ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മതം അവസാനിപ്പിച്ചോ, ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളിത് ഉറുക്കും വെടിവെച്ചിട്ട് കാര്യമുണ്ടോ? ആരോട്? കളരിയും പയറ്റൊക്കെ ഉള്ളവരോട് വെടിവെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നെഞ്ചക്കുമായി വരുന്നവനോട് വെടിയുതിർത്തിട്ട് കാര്യമില്ല. അവനെ നെഞ്ചക്കുകൊണ്ടാണ് നേരിടേണ്ടത്. ലീഗിനോട് രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ വന്ന് ഘോരം സംഘപരിവാറിന്റെ ചീത്ത പറഞ്ഞു പോയാൽ നാളെ ലീഗുകാർ ഇതൊക്കെ ബാത്തിലാക്കണ ഒരു വർത്താനം എന്താ? ഓലൊക്കെ പറയും, ഓല് ഇവിടെ വേണം, RSSനെ പ്രതിരോധിക്കാൻ CPM വേണം. പക്ഷെ നമ്മളെ കൂട്ടരായി പോണ്ട. കാരണം എന്താ? നമ്മളെ കൂട്ടരായി പോയാൽ നിൽക്കരിച്ചൂല. എങ്ങനെയുണ്ട്? ഇതാണ് ലീഗ് ഇതിനെ പ്രതിരോധിക്കാൻ. എങ്ങനെ? അതുകൊണ്ട് ഞാൻ ഇസ്ലാം തന്നെ പറഞ്ഞു തരാം നിങ്ങൾക്ക് വേണ്ടിയായി പ്രസംഗം. എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം കീഴാളന്റെ രാഷ്ട്രീയ. വിശുദ്ധ ഖുർആനിലെ പ്രവാചകൻ ശാസിക്കുന്ന പല രംഗങ്ങളുണ്ട്. അതിൽ ഒരു രംഗം അതൊന്ന് മനസ്സിലാക്കിക്കോ. ലീഗ് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സമ്പന്നര് വന്നാൽ ഇവിടത്തെ സമ്പന്നരുടെ ജ്വല്ലറികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന തങ്ങളുപ്പാപ്പമാരെ നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ടവന്റെ കുടിലുകളിൽ കണ്ടിട്ടുണ്ടോ? ഉത്തരേന്ത്യയിലെ ഗുജറാത്തിനകത്ത് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത വീടിന്റെ കണക്ക് ഞാൻ പറഞ്ഞില്ലേ? 40 വീടുകൾ നിങ്ങൾ കൊടുത്തത് അവിടുത്തെ ചവറുകൂരയിലായിരുന്നു. അവിടെ ഒരിക്കൽ പോലും കലാപത്തിന് ശേഷം തങ്ങളുപ്പാപ്പ പോയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ജന്മിമാരുടെ ഇവിടുത്തെ മുതലാളിമാരുടെ ജ്വല്ലറികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന തങ്ങളുപ്പാപ്പാന്റെ ഇസ്ലാം, ആ ഇസ്ലാം മുതലാളിത്തത്തിന്റെ ഇസ്ലാമാണ്. ഒന്ന് നിങ്ങൾക്ക് മാതൃകയുണ്ട്. അള്ളാന്റെ പ്രവാചകനെ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ശാസിക്കുന്ന രംഗമുണ്ട്. ഇന്ന് പ്രവാചകൻ ഉണ്ടെങ്കിൽ പാണക്കാട്ടേക്ക് കുറ്റിച്ചൂലായിട്ട് അങ്ങ് ചെല്ലുവോ? ഇനി ഇവിടെ മനസ്സിലാക്കിക്കോ. എന്താ കാരണം? അള്ളാന്റെ പ്രവാചകന്റെ സദസ്സിലേക്ക് വരാറ് ഒരു അന്ധനായ പാവപ്പെട്ട മനുഷ്യൻ വരിക. നിങ്ങൾക്കൊക്കെ മാതൃകയാണ് പ്രവാചക തിരുമേനി. നിങ്ങൾക്ക് മാതൃകയാ, ലീഗുകാർക്ക് മാതൃകയാ. എന്താ കാരണം? പ്രവാചക തിരുമേനിയുടെ സദസ്സിലേക്ക് ഒരു സമ്പന്നരോട് പ്രവാചക തിരുമേനി സംസാരിക്കുക. പലരും പ്രവാചകനെ കാണാൻ വരും, പല ആളുകളും വരും. അപ്പൊ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അന്ധനായ ഒരു പാവപ്പെട്ടവൻ വന്നപ്പോ പ്രവാചകനൊന്ന് മൈൻഡ് ചെയ്യാതിരുന്നില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ വിളിച്ച് എപ്പോഴേ വന്നു എന്നൊക്കെ ചോദിച്ചു. വൈകിയതിന്റെ പേരിൽ അള്ളാഹു ശാസിക്കുകയാണ്. നീ എന്താണ് പ്രിയപ്പെട്ട പ്രവാചകരെ, നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ആ അന്ധനായ മനുഷ്യൻ വന്നപ്പോ നിങ്ങൾ സ്വീകരിക്കണമായിരുന്നുവെന്ന് പ്രവാചക തിരുമേനിയെ ശാസിച്ച ഇസ്ലാം. ആ ഇസ്ലാമിന്റെ പേര് പറയാൻ ലീഗിന് അവകാശമില്ല, തങ്ങളുപ്പാപ്പാക്ക് അവകാശമില്ല, സമ്പന്നന്റെ അരമനകളിൽ അന്തിയുറങ്ങുന്ന ലീഗിന്റെ നേതാക്കൾക്ക് അവകാശമില്ല. ഇതാ ഞങ്ങളുടെ പൊളിറ്റിക്സ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ആർക്കാണ് അവകാശപ്പെട്ടത്? ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് കീഴാളന്റെ കൂടെ വെക്കുന്നത്. ഞങ്ങൾ എന്താ പറഞ്ഞത്? മതമല്ല പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം. നീ മുഹമ്മദാണോ മാത്യൂസാണോ വിജയനാണോ എന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. നിന്റെ വീട്ടില് ഭക്ഷണമുണ്ടോ? നിനക്ക് അവകാശമുണ്ടോ? നിനക്ക് ജീവിക്കാനുള്ള സംവിധാനമുണ്ടോ? അതാണ് ഞങ്ങളുടെ പ്രശ്നം. ഇസ്ലാം തന്നെ പറഞ്ഞത് സൂറത്തുൽ ഖസസ് എന്ന് മനസ്സിലാക്കണം. ലീഗിനെ കുറിച്ചൊക്കെ അള്ളാഹ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഖസസ് എന്ന് പറയുന്ന അധ്യായമുണ്ട് വിശുദ്ധ ഖുർആനിൽ, 28-ാമത്തെ അധ്യായം. ആർക്ക് വേണേലും നോക്കാം, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. അത് സൂറത്തുൽ ഖസസ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇറങ്ങിയാന്ന് ഞാൻ പറയാം. എന്താ കാരണം? വെറുതെ തമാശയല്ല. കാരണം എന്താ? മുതലാളിത്തത്തിന്റെ കുഞ്ഞാലിക്കുട്ടിയെ പ്രതികരിക്കുക കേട്ടോ. ലീഗിലെല്ലാവരും എന്താ സാധനം? മുതലാളിത്തത്തിന്റെ അഹങ്കാരം ഒരു മനുഷ്യന് സംഭവിച്ചാൽ എന്ത് സംഭവിക്കുന്നു? സൂറത്തുൽ ഖസസിൽ പറയുന്നുണ്ട്. 28-ാമത്തെ അധ്യായത്തിൽ എന്താ പറയുന്നാരോ? കാറൂൻ എന്ന് പറയുന്ന മൂസ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന അന്നത്തെ കുഞ്ഞാലിക്കുട്ടി അഹങ്കാരിയായിരുന്നു. ആ അഹങ്കാരിയെ ഭൂമിയിലേക്ക് ഇറക്കി വെച്ചു. ഭൂമിയിലേക്ക് പിളർന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി. ഇന്നൊക്കെ അങ്ങനത്തെ ശിക്ഷയുടെ ലീഗിന്റെ എല്ലാവരും ഒരൊറ്റാൾ നമ്മൾ കാണൂല, എല്ലാം ഭൂമിന്റെ അടിക്ക് പോയിട്ടുണ്ട്. അഹങ്കാരം. ഇവിടുന്ന് പരിശോധിക്കുക. ഇതാണ് ഇസ്ലാം. അതിനകത്ത് ആ സൂറത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. ആ സൂറത്തിലെ 3-ാമത്തെ സൂക്തം ഇങ്ങനെയാണ്, 3-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: ഇത് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു സാധനമുണ്ട്. എന്താ? ഞാൻ ഭയങ്കര ഒരു കച്ചവടം ഇതിൻ്റെ ഇടയിൽ നടക്കണമല്ലോ. ഞാനും ഡോക്ടർ KT ജലീൽ MLA-യും എല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഒരു മാസികയുണ്ട് മുഖ്യധാര. ഈ മുഖ്യധാര ഞങ്ങൾ തുടങ്ങിയത്, ഞങ്ങൾ കോഴിക്കോട് നിൽക്കുമ്പോൾ ഒരു ആലോചന വന്നു. ഈ മുസ്ലിങ്ങളിലേക്ക് എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം?
മുസ്ലിം കമ്മ്യൂണിറ്റിയോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ അതിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഒരു മാസിക തുടങ്ങാം. 3 മാസത്തിലൊരിക്കൽ വളരെ ഗഹനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാസിക തുടങ്ങാം. അങ്ങനെയാണ് 2013 കുത്തുബുദ്ദീൻ അൻസാരിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്ത് മുഖ്യധാര തുടങ്ങുന്നത്. ആ മുഖ്യധാര വിവിധ അവസാനം ഇനി വരാൻ പോകുന്ന ലക്കം ഏകീകൃത സിവിൽ കോഡും ശരിയത്തോണ്. അതെല്ലാവരും വാങ്ങി ഒരു കോപ്പി കൈവച്ച നാളെ ലീഗാര് പറയുമ്പോൾ അതുകൊണ്ട് തലക്കൊന്ന് കൊടുത്താൽ എല്ലാ പ്രശ്നം തീരും. അതുകൊണ്ട് ഇത് നിങ്ങൾ വാങ്ങണം. പക്ഷെ ഈ സാധനം ഇപ്പൊ നിങ്ങളെ കയ്യിൽ വരാൻ പോകുന്നത് പഴയ കുറച്ച് ലക്ഷ്യങ്ങളാണ്. അതിലുള്ളതൊന്ന് നാദാപുരത്ത്. ഇപ്പൊ ലീഗ് എപ്പോഴും പറയലുണ്ട് നാദാപുരത്ത് CPM BJP ആണ്, RSS ആണ്, അതുകൊണ്ടാണ് BJP ഉണ്ടാകത്ത്. എന്താണ് നാദാപുരത്തിന്റെ ചരിത്രം? ആ ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു ലക്കമാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു ലക്കം അതിവിടെ കിട്ടും ചിലത്. മറ്റൊന്ന് ഗസ. നിങ്ങൾക്കറിയില്ല, ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വേദനിപ്പിച്ച സംഗതിയാണ്. ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് ആരാ ലീഗല്ല ഉണ്ടായിരുന്നത്? ഫലസ്തീനിലെ ഒന്നാമത്തെ ഇന്തിഫാദ മുതൽ ആ സമരങ്ങൾക്ക് മുഴുവൻ ഫണ്ട് ചെയ്തിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. ആ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയാണ് ഫലസ്തീന്റെ സ്വാതന്ത്ര്യം ഇത്ര വൈകിയതെന്ന് ആർക്കാണ് അറിയാത്തത്? ആ ഫലസ്തീന്റെ ചരിത്രം മുഴുവനായി പറയുന്ന ഗസ കേടുകയാണ്. അതെല്ലാവരും നിങ്ങളുടെ കയ്യിൽ ഇവിടുത്തെ സഖാക്കൾ കൊണ്ടുതരും. അത് എന്നെയും ജലീൽ ഖാനൊക്കെ ഒന്ന് സഹായിക്കാൻ വേണ്ടി നിങ്ങളത് വാങ്ങി ഒന്ന് കയ്യിൽ വെക്കണം. അത് സൂക്ഷിക്കേണ്ടതാണ്. വരിക്കാരാ നിങ്ങളൊന്ന് പരിചയപ്പെടാതെ മാസിക. അപ്പൊ നിങ്ങൾക്ക് ജലീൽ ഖാന്റെ ഒരു ലേഖനമുണ്ട്, മലബാർ കലാപത്തിന്റെ മറുവശം. അതും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഈ ഗസയുടെ കയ്യിൽ. അപ്പൊ എല്ലാവരും ഓരോ കോപ്പി വാങ്ങി സഖാക്കൾ അത് എത്തിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്താൽ വലിയ ഉപകാരമാണെന്ന് ഞാൻ അതിന്റെ സാന്ദർഭികമായി ഈ കച്ചവടോടി നടത്തട്ടെ. എല്ലാവരും കച്ചവടമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത് ഇസ്ലാം. ഈ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടവർ നിൽക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ സൂറത്തുൽ ഖസസിലൂടെ അള്ളാന്റെ പ്രവാചകനോട് പറയാൻ നാം ആഗ്രഹിക്കുന്നു. ലീഗിനൊക്കെ എതിരെ അള്ളാഹ് ഇത് നേരത്തെ വരുന്ന അള്ളാഹ്ക്ക് അറിയായിരുന്നു. ലീഗ് വരുന്ന അള്ളാഹ്ക്ക് നേരത്തെ വിചാരമുണ്ട്. അതുകൊണ്ട് പറയണേ നാം ആഗ്രഹിക്കുന്നു. ലീഗ് ആവണമെന്നല്ല, നാം ആഗ്രഹിക്കുന്നു. കീഴാളന്റെ ഉന്നമനമാണ്. പാവപ്പെട്ടവന്റെ മുസ്ലിമായ കീഴാളൻ എന്നല്ല അള്ളാഹു പറയുന്നത്. കീഴാളനായ മനുഷ്യന്റെ ഉന്നമനമാണ് നാം ലക്ഷ്യമിടുന്നത്. ലീഗൊന്ന് മനസ്സിലാക്ക. അവനെ നേതാവാക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. ആരെ? ഈ പാവപ്പെട്ട മനുഷ്യനെ, പാവപ്പെട്ട കീഴാളനെ നേതാവാക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെന്ന് അള്ളാഹ് പറയാ. ലീഗിലൂടെ എത്ര പാവപ്പെട്ട കീഴാളന്മാര് നേതാവ് എന്ന് ഒന്ന് പറയട്ടവര്. ഇവിടത്തെ കോരനെയും കണാരനെയും പാവപ്പെട്ട മുഹമ്മദിനെയും കുടിയാനെയും ഉയർത്തിക്കൊണ്ടുവന്നത് ആരാ? ലീഗൊന്ന് പറയട്ടെ. അള്ളാന്റെ പ്രവാചകൻ പറയാ, അവനാണ് പാവപ്പെട്ടവനാണ് ഭൂമിയില് എന്റെ പിന്തുടർച്ചക്കാരൻ എന്ന വിപ്ലവത്തിന്റെ സന്ദേശം നൽകിയ വിശുദ്ധ ഖുർആൻ ലീഗിന് ഉപയോഗിക്കാൻ അവകാശമില്ല. ഞാൻ എപ്പോഴും പറയാം, അതുകൊണ്ട് ലീഗ് ഇന്നത്തോടെ മതം പറയുന്നത് അവസാനിക്കണം. നിങ്ങൾ വേറെ പല പ്രശ്നം, സ്ത്രീകളെ നമുക്ക് ഒരു വലിയ പ്രശ്നം എന്താ സഖാക്കളെ? നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താ? നമ്മൾ ഈ രാഷ്ട്രീയ പ്രസംഗം ഒന്നും ഇവർക്ക് എത്തൂല. കാരണം എന്താ? ഇവർക്ക് ആകെ കിട്ടുന്നത് ഖുർആൻ ക്ലാസ്സാ. സ്ത്രീകൾ പുറത്തിറങ്ങരുത് ലീഗും ഇവിടെ മതസംഘടനയൊക്കെ പറയുന്നതിന്റെ കാരണം എന്താ? ഇവരിലേക്ക് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എത്തുന്നില്ല. ഒരു സംശയമില്ല, പറയാൻ നമുക്ക് ഒരാളെയും പേടിയില്ല. പൊളിറ്റിക്കൽ ക്യാമ്പയിൻ സ്ത്രീകളിലേക്ക് എത്തണമെങ്കിൽ ഇവർ തെരുവിൽ വന്ന് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാക്കണം. മനസ്സിലാക്കാനുള്ള അവകാശം ലീഗടക്കമുള്ള മതസംഘടനകൾ 16 കെട്ടിച്ചുവിടാൻ മൈനാജിക്ക് ഇത്ര തിരക്കുണ്ടെങ്കിലെന്താ? മൈനാജിന്റെ കുട്ടിനെ കെട്ടിച്ചാലുള്ള തിരക്കൊന്നുമല്ല. ഇത് 16 കഴിഞ്ഞ് 18 കഴിഞ്ഞ് 19 കോളേജ് കഴിഞ്ഞാണ്ടല്ല പിന്നെ ഒരൊറ്റൊന്ന് ലീഗാവൂല. ലീഗ് എന്ന് കണ്ട അസ്സലാമു അലൈക്കും നമ്മൾ പോവാണ് പറയും. ഇത് പോവാതിരിക്കാനാണ് എന്ത് ചെയ്തത്? 16 തന്നെ കെട്ടിച്ചു വിട്ട പാവം കുട്ടി 19 പറ്റി 17 പറ്റി. പിന്നെന്ത് ഇസ്ലാം, പിന്നെ എന്ത് ദീന്, പിന്നെ എന്ത് രാഷ്ട്രീയം? ഇത് അവസാനിപ്പിക്കുന്നത് ലീഗിന്റെ തന്ത്രമാണ്. ഞാൻ അവസാനിപ്പിക്കുന്ന ആ വിഷയം. അതുകൊണ്ട് ലീഗ് ഈ രാഷ്ട്രീയം പറയുന്നത് അവസാനിക്കണം, മതം പറയുന്നത് അവസാനിക്കണം. നിങ്ങൾ വേറെ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ പ്രശ്നം എന്ന് പറ. നിങ്ങളൊന്ന് തമ്മിൽ മുട്ടിവെക്കുക. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷങ്ങൾക്ക് ആരാണ് എന്തെങ്കിലും ചെയ്തത്? ഒന്ന് മുട്ടുങ്ങള്. ഞങ്ങൾ പറഞ്ഞുതരാം, CPM ആണ് ചെയ്തത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് CPM ചെയ്ത പോലെ ലീഗ് ചെയ്തിട്ടില്ല. ഒന്ന് പറയുന്നത് മുസഫർ നഗർ കലാപം ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയുന്നുള്ളൂ. മുസഫർ നഗർ കലാപം കഴിഞ്ഞപ്പോ ഉത്തരേന്ത്യയിൽ 2013 ഡിസംബറിലാണ് ഞങ്ങൾ ഇത് ഇറക്കിയത്. മുഖ്യധാര ഇറക്കി നവംബറിൽ. ഞാൻ നേരെ പോയത് മുസഫർ നഗറിലേക്കാണ്. എന്താ മുസഫർ നഗറിന്റെ പ്രത്യേകത? മുസഫർ നഗറിലെ മുസ്ലിങ്ങൾക്കിടയിൽ അവിടുത്തെ സംഘപരിവാർ കേരളത്തിൽ അവർ പരീക്ഷിച്ച് പരാജയപ്പെട്ട ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രചരണവുമായി കലാപമുണ്ടാക്കാൻ ഉത്തരേന്ത്യയിൽ സംഘപരിവാറിന് കഴിഞ്ഞു. ഡിസംബർ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ മരം കോച്ചുന്ന തണുപ്പാണ്. അവിടെ പുറത്തിറങ്ങിയാൽ കിടുകിടാ വിറക്കും. ഇന്നും ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയപ്പോ അവിടെ നല്ല തണുപ്പാണ് ഡിസംബറിൽ. അങ്ങനത്തെ ഡിസംബറിലാണ് മുസഫർ നഗറിൽ കലാപമുണ്ടാകുന്നത്. ആ കലാപമുണ്ടായപ്പോ ആ കലാപ
ഭൂമിയിലേക്ക് ആദ്യമായി എത്തുന്നത് CPM-ന്റെ പ്രവർത്തകരാണ് ലീഗ്. ഒന്ന് പറഞ്ഞങ്ങള് ആരെ ലീഗർ ആരെങ്കിലും എത്തി അവിടെ? അഹമ്മദ് സാഹിബിന് ഡൽഹിയിൽ നിന്നൊന്ന് അങ്ങോട്ട് എത്താൻ എത്ര സമയാവശ്യമുണ്ട്? നടന്നാ എത്തൂലല്ലോ, 5-6 പിടിക്കണം. അതിന് ഇവിടുന്ന് യൂത്ത് ലീഗുകാർ പോയിട്ട് വേണ്ടേ? എത്തിയത് എപ്പോഴാ? മാർച്ചിലാണ് എത്തുന്നത്. 64 വീടുകളാണ് CPM മുസഫർ നഗറിൽ കൊടുത്തത്. ലീഗ് എന്ന് പറയട്ടെ, ഒരു ബ്രാഞ്ച് കമ്മിറ്റി പോലും ഇല്ല. ആ ഒരു ബ്രാഞ്ച് കമ്മിറ്റി പോലും ഇല്ലാത്ത മുസഫർ നഗർ CPM എന്തിനാ വീട് കൊടുത്ത്? ആരെങ്കിലും ചോദിക്കോ CPM-നോട് നിങ്ങൾ മുസഫർ നഗറിൽ എന്തേ ചെയ്തതെന്ന്? കാരണം ഞങ്ങള് സമുദായ സംഘടനയല്ലല്ലോ. അതാണ് കീഴാളന്റെ, അതാണ് പാവപ്പെട്ടവന്റെ, അതാണ് ഇരയാക്കപ്പെട്ട മനുഷ്യന്റെ കൂടെ CPM ഉണ്ടാകുമെന്നതിന്റെ തെളിവതാണ് ലീഗ്. നിങ്ങളൊന്ന് മതി പറ. മുസഫർ നഗർ ലീഗ് ഇതുവരെ പണി തീർത്തിട്ടില്ല. നമ്മളെന്താ പറയാ, ഓണത്തിന് കൊടുക്കുമ്പോഴല്ലേ അതിന് ഓണക്കോടി എന്ന് പറയാ, അല്ലെങ്കിൽ പിന്നെ അതിന് കോണക്കണ്ടെന്നല്ലേ പറയാ, തുണിക്ക്. കലാപം കഴിഞ്ഞ ആളുകൾക്ക് എന്താ പറയാ? കലാപം കഴിയുമ്പോഴല്ലേ വീട് കൊടുക്കേണ്ടത്. ഇതുവരെ ഞങ്ങൾ കൊടുക്കും എന്നാ പറയുന്നത്. എത്ര കൊല്ലായി? നിങ്ങൾ ഇനി കോണക്കണ്ണം കൊടുത്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ലീഗ് സമുദായത്തിന്റെ പേര് പറയുന്നത് അവസാനിപ്പിക്കണം. നിങ്ങൾ ഈ രാഷ്ട്രീയം പറയും. നിങ്ങൾ രാജ്യത്തിലെ അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സംവാദാത്മകമായ സമീപനത്തിലേക്ക് ലീഗ് വാ. ഞങ്ങൾ തയ്യാറാണ്, മത്സരത്തിന് ഞങ്ങൾ തയ്യാറാ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, ആ ന്യൂനപക്ഷങ്ങൾക്ക് ശരിയായ രാഷ്ട്രീയ ദിശ കാണിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷമായിരുന്നു. ഇടതുപക്ഷത്തിൽ മാത്രമേ അവർക്ക് പ്രതീക്ഷയുള്ളൂ. അതുകൊണ്ട് ഈ പരിപാടികൾ നിങ്ങൾ അവസാനിപ്പിക്കണം. ഇതൊക്കെ ലീഗ് ഇപ്പൊ വലിയൊരു പുതിയ സിദ്ധാന്തമായിട്ട് വരുന്നുണ്ട്. എന്താ? ഏകീകൃത. ഇതിപ്പോ സഹാക്കളിനോട് ചോദിക്കുമല്ലോ, എന്തായാലും ഖുർആനും ആയത്തൊക്കെ അറിയുമ്പോൾ ചോദിക്കും, എന്താ ഇപ്പൊ ഏകീകൃത സിവിൽ കോഡ് ഒന്നും ഇയാൾ പറഞ്ഞാൽ നന്നായിരുന്നു അല്ലെ? DYFIക്കാർക്കും CPM-മാർക്കും നമുക്കറിയില്ല എന്താണ് ശരീഅത്ത്. ഇനിയിപ്പോ ഈ റാലിക്ക് പോകുന്ന കുട്ടിയൊക്കെ അറിയോ? അതും അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് ഒരു പരിപാടി കഴിഞ്ഞ് ഈ റാലിക്ക് പോകുന്ന ഒരു കുട്ടീനെ അങ്ങനെ വിളിച്ചിട്ടേ, അല്ല ശരീഅത്തിന് ഇപ്പൊ എന്തേ പറ്റി സംരക്ഷിക്കാനേ? നമ്മൾ ശരീഅത്താക്കാൻ ആരോ കാട്ടീന്, അതുകൊണ്ട് നമുക്ക് സംരക്ഷിക്കണം. എന്താ ശരീഅത്ത് നീ കുട്ടിക്കറിയില്ല. എന്തിനു വേണ്ടിയിട്ട് അവൻ പോണെന്ന് അറിയില്ല. സിന്ദാബാദ്, AP ഉസ്താദ് സിന്ദാബാദ്, അല്ലെങ്കിൽ ഇ.കെ. ഉസ്താദ് സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ് ഇതിന് വെറുതെ അങ്ങ് പോവാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത് എന്താണ് നമ്മൾ മനസ്സിലാക്കി. മുസ്ലിങ്ങളെ രാഷ്ട്രീയമായി ധ്രുവീകരിക്കുക എന്ന ലക്ഷ്യമാണ് ലീഗിനുള്ളത്. കാരണം എന്താ? ഇവിടുത്തെ മുസ്ലിങ്ങൾ സമുദായത്തിനകത്ത് ലീഗിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. തിരൂരങ്ങാടിയിൽ ഏത് ഒലക്കനെ നിർത്തിയാലും, അല്ലെ ഒലക്കാന്ന് ഞാൻ പറഞ്ഞ പ്രത്യേകമാണ്, നിങ്ങൾക്ക് അറിയാലോ. ചുറ്റ് 2 ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു MLA-ക്ക് അല്ലെ. അപ്പൊ ഏത് ഒലക്കനെ നിർത്തിയാലും സുഖമായി ജയിച്ചു പോകുമായിരുന്ന ഒരു തിരൂരങ്ങാടിയിൽ വലിയ മത്സരം CPM നടത്തി. ലീഗിന്റെ ചില നേതാക്കൾ പറഞ്ഞ് ഖിയാമത്ത് നാൾ അടക്കാൻ പോവാണ്. കാരണം എന്താ? ഇത് CPM അവിടെ ജയിക്കാൻ പോകും തിരൂരങ്ങാടിയിൽ. എങ്ങനെയുണ്ട്? അപ്പൊ ഇത് വലിയ രാഷ്ട്രീയ മാറ്റമാണ്. ഈ മാറ്റം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത് CPM ഉയർത്തിവിട്ട രാഷ്ട്രീയത്തിനുള്ള രാജ്യത്തിലെ മനുഷ്യർ നൽകുന്ന അംഗീകാരമാണ്. ഇത് ലീഗിനറിയാം. ഞങ്ങളുടെ കാലിന്റെ അടിയിലെ മണ്ണ് പോയിക്കൊണ്ട് പുതിയ ചെറുപ്പക്കാര്, ഞാനിപ്പോ 100 കണക്കിന് പരിപാടിയിൽ പങ്കെടുത്തു. എന്താ? യൂത്ത് ലീഗിൽ നിന്ന് വന്നിട്ട് മാല എങ്ങനെ ഇട്ടാണ് ഇപ്പൊ തയ്യണില്ല മാല എന്നാ സഹാക്കള് പറയുന്നത്. മാല കുറച്ച് അധികം കരുതിക്കോളി സലാവേ. കാരണം എന്താ? വെക്കാൻ നേരത്താണ് അന്ന് 5 ആളൂടി വരികയാണ് എന്നും പറഞ്ഞ് വരുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായത് എന്താ അതിന്റെ കാരണം? ഇത് കേരളത്തിൽ CPM ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന്റെ അംഗീകാരമാണ്. ആ അംഗീകാരം ലീഗ് മനസ്സിലാക്കി. ലീഗ് ഇനി മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ വേണ്ടി, മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പുതിയ സാധനത്തിന്റെ പേരാണ് ഏകീകൃത സിവിൽ കോഡ്. ശരീഅത്ത് ഒരു വിഷയമില്ല. ഞാൻ പറഞ്ഞുതരാം എന്താണ് അതിന്റെ പ്രശ്നം. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളിൽ വളരെ കൃത്യമായ നിലപാട് CPM-നുണ്ട്. ആ നിലപാട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒന്ന്, ഇന്ത്യയിലെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ. ആ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 44-ാമത്തെ നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന ഒരു സാധനമുണ്ട്. സ്റ്റേറ്റ് ഷാൾ എൻഡവർ ആൻഡ് എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ കൺട്രി. എന്താണ്? ഭരണകൂടത്തിന് വേണമെങ്കിൽ രാജ്യത്ത് ഒരു ഏകീകൃത സിവിൽ നിയമം ഉണ്ടാക്കാം എന്നേ പറയുന്നു. ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കഴിഞ്ഞ് 70 വർഷമാവാനായി. 70 വർഷമാകാനായിട്ടും ഒരു രൂപരേഖ കരട് അതിൻ്റെ നമ്മുടെ മുന്നിലില്ല. എങ്ങനെയായിരിക്കും ഏകീകൃത സിവിൽ കോഡ് എന്ന്? ഒരു കരടില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്തിനു ചർച്ച ചെയ്യണം? എന്തിനു ഭയപ്പെടണം? ഒരു കരട് വരട്ടെ, അങ്ങനത്തെ ഒരു രൂപം ഉണ്ടാവട്ടെ. ഞങ്ങൾ പറയുന്നു, CPM പറയുന്നു, ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞ തമ്പ്രാനെന്ന് വിളിപ്പിക്കും. കാരണം ഇവിടുത്തെ അബ്ദുൾ റബ്ബിന്റെ ഒക്കെ വാപ്പാരെ കണ്ടാൽ ഇത് പറയുന്നേ നമുക്കൊരു പേടിയില്ല. തമ്പ്രാനെന്ന് വിളിക്കണം, തമ്പ്രാനെന്ന് വിളിപ്പിക്കും. ചാത്തൻ പൂട്ടാൻ പോകട്ടെ. ആരാ ചാത്തൻ? ഇവിടുത്തെ ദളിതന്റെ അധസ്ഥിതന്റെ പ്രതിനിധിയായ ചാത്തൻ. ആ ചാത്തൻ പൂട്ടാൻ പോവട്ടെ. ചാക്കോ ഭരിക്കാൻ പോവട്ടെ. ആരാ ചാക്കോ? ചാക്കോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുതലാളിന്റെ പ്രതിനിധി. ഇങ്ങനത്തെ മുതലാളിത്തത്തിന്റെ രാഷ്ട്രീയം ഇസ്ലാം കൈകാര്യം ചെയ്യണം. അതാ നമ്മളെ ചോദ്യം. ഇസ്ലാമിന് അങ്ങനെ സാധനം ഉണ്ടോ?
ഇസ്ലാം മുതലാളിത്തത്തിന്റെ മതമേ അല്ല ലീഗ്. ഇസ്ലാം കീഴാളന്റെ മതമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിതകാലത്ത് മുഴുവൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. ലീഗ് ഒന്ന് മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, എന്നെ തൊഴിലാളിയായി ജീവിപ്പിക്കണേ. നാളെ ലീഗ് മറുപടി മിസ്കീൻ എന്ന് പറഞ്ഞ തൊഴിലാളി എന്നല്ല, മിസ്റ്റർ ഫക്കീർ തൊഴിലാളി എന്ന ഒരു സംശയം വേണ്ട. ദരിദ്രൻ എന്നുള്ളത് എന്താ പറയാ ഫക്കീർ എന്നാ പറയാ. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, എന്നെ തൊഴിലാളിയായി ജീവിപ്പിക്കണേ. വഅമിത്നി മിസ്കീന, അവിടെ വലിയ കുളൂസ് കാട്ടി മരിക്കുമ്പോ എന്നെ മുതലാളിയായി മരിപ്പിക്കണം എന്നല്ല പറഞ്ഞത്. വഅമിത്നി മിസ്കീന, എന്നെ മരിപ്പിക്കുമ്പോ അതും തൊഴിലാളിയായി മരിപ്പിക്കണേ. അവിടെ നിന്ന് കഴിഞ്ഞ പ്രവാചകൻ പറഞ്ഞ വാക്കുണ്ട്, അതൊന്ന് ഓർത്തു നോക്കണങ്ങള്. ലീഗ് ഒന്ന് മനസ്സിലാക്കണം. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അള്ളാന്റെ പ്രവാചകരെ കുറിച്ച് നിങ്ങൾ ആവേശം കൊള്ളാറുണ്ടല്ലോ. ഇവിടുത്തെ മതസംഘടനകളൊന്ന് പറയട്ടെ എന്നോട്, വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ, എന്നെ നാളെ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ വേണമെന്നല്ല പറഞ്ഞത്, തങ്ങളുപ്പാപ്പാന്റെ കൂടെ വേണമെന്നല്ല പറഞ്ഞത്, റോൾസ് റോയ്കളിൽ ചെത്തുന്ന പാണക്കാട് കുട്ടികളുടെ കൂടെ വേണമെന്നല്ല പറഞ്ഞത്, എന്റെ മുന്നിലിരിക്കുന്ന പാവപ്പെട്ട തൊഴിലാളിയുടെ കൂടെ സ്വർഗത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ പ്രവാചകൻ. ആ പ്രവാചകന് ലീഗായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇത് നേരത്തെ വരുന്നില്ല, ഈ പ്രവാചകൻ അറിയാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. ലീഗ് അടക്കമുള്ള ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കീഴാളന്റെ രാഷ്ട്രീയ. അള്ളാന്റെ പ്രവാചകന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ മുതലാളിത്ത വിരുദ്ധതയാണ് 90%. അതുകൊണ്ട് ലീഗിനത് പറയാൻ അവകാശമില്ല. അതാ ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മതം അവസാനിപ്പിച്ചോ, ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളിത് ഉറുക്കും വെടിവെച്ചിട്ട് കാര്യമുണ്ടോ? ആരോട്? കളരിയും പയറ്റൊക്കെ ഉള്ളവരോട് വെടിവെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നെഞ്ചക്കുമായി വരുന്നവനോട് വെടിയുതിർത്തിട്ട് കാര്യമില്ല. അവനെ നെഞ്ചക്കുകൊണ്ടാണ് നേരിടേണ്ടത്. ലീഗിനോട് രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ വന്ന് ഘോരം സംഘപരിവാറിന്റെ ചീത്ത പറഞ്ഞു പോയാൽ നാളെ ലീഗുകാർ ഇതൊക്കെ ബാത്തിലാക്കണ ഒരു വർത്താനം എന്താ? ഓലൊക്കെ പറയും, ഓല് ഇവിടെ വേണം, RSSനെ പ്രതിരോധിക്കാൻ CPM വേണം. പക്ഷെ നമ്മളെ കൂട്ടരായി പോണ്ട. കാരണം എന്താ? നമ്മളെ കൂട്ടരായി പോയാൽ നിൽക്കരിച്ചൂല. എങ്ങനെയുണ്ട്? ഇതാണ് ലീഗ് ഇതിനെ പ്രതിരോധിക്കാൻ. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇസ്ലാം തന്നെ പറഞ്ഞുതരാം നിങ്ങൾക്ക് വേണ്ടിയായി പ്രസംഗം. എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം കീഴാളന്റെ രാഷ്ട്രീയ. വിശുദ്ധ ഖുർആനിലെ പ്രവാചകൻ ശാസിക്കുന്ന പല രംഗങ്ങളുണ്ട്. അതിൽ ഒരു രംഗം ഒന്ന് മനസ്സിലാക്കിക്കോ ലീഗ്. നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സമ്പന്നര് വന്നാൽ ഇവിടത്തെ സമ്പന്നരുടെ ജ്വല്ലറികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന തങ്ങളുപ്പാപ്പമാരെ നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ടവന്റെ കുടിലുകളിൽ കണ്ടിട്ടുണ്ടോ? ഉത്തരേന്ത്യയിലെ ഗുജറാത്തിനകത്ത് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത വീടിന്റെ കണക്ക് ഞാൻ പറഞ്ഞില്ലേ? 40 വീടുകൾ നിങ്ങൾ കൊടുത്തത് അവിടുത്തെ ചവറകൂരയിലായിരുന്നു. അവിടെ ഒരിക്കൽ പോലും കലാപത്തിന് ശേഷം തങ്ങളുപ്പാപ്പ പോയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ജന്മിമാരുടെ ഇവിടുത്തെ മുതലാളിമാരുടെ ജ്വല്ലറികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന തങ്ങളുപ്പാപ്പാന്റെ ഇസ്ലാമ, ആ ഇസ്ലാമ മുതലാളിത്തത്തിന്റെ ഇസ്ലാമാണ്. ഒന്ന് നിങ്ങൾക്ക് മാതൃകയുണ്ട്. അള്ളാന്റെ പ്രവാചകനെ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ശാസിക്കുന്ന രംഗമുണ്ട്. ഇന്ന് പ്രവാചകൻ ഉണ്ടെങ്കിൽ പാണക്കാട്ടേക്ക് കുറ്റിച്ചൂലേറ്റ് അങ്ങ് ചെല്ലുവോ? ഇനി ഇവിടെ മനസ്സിലാക്കിക്കോ. എന്താ കാരണം? അള്ളാന്റെ പ്രവാചകന്റെ സദസ്സിലേക്ക് വരാറ് ഒരു അന്ധനായ പാവപ്പെട്ട മനുഷ്യൻ വരിക. അങ്ങനത്തൊക്കെ മാതൃകയാണ് പ്രവാചക തിരുമേനി. നിങ്ങൾക്ക് മാതൃകയാ, ലീഗുകാർക്ക് മാതൃകയാ. എന്താ കാരണം? പ്രവാചക തിരുമേനിയുടെ സദസ്സിലേക്ക് ഒരു സമ്പന്നരോട് പ്രവാചക തിരുമേനി സംസാരിക്കുക. പലരും പ്രവാചകനെ കാണാൻ വരും, പല ആളുകളും വരും. അപ്പൊ അവരോട് സംസാരിച്ചുകൊണ്ട് സുന്നത്തിന് വലിയ ഫേമസ് അല്ലേ? ഉന്നത്തിന്റെ പേരിൽ ഇത്ര ഫേമസ് ഉള്ള വേറൊരു മാപ്പിള ഉണ്ട് അവിടെ പോയി ചെയ്താക അയാള്. എന്താ ഇത് വിഷയം? ഇത് വലിയ വിഷയമാണ്. എന്താ വിഷയം? ഈ വിഷയത്തിന്റെ പ്രശ്നം എന്താ? ഇത് ലീഗിന്റെ കോൺസ്പിറസിയാണ്, ഗൂഢാലോചനയാണ്. എന്താ ഇതിന്റെ ഗൂഢാലോചന? ഇത് മുസ്ലിം സമുദായത്തിനകത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് സ്വാഭാവികമായിട്ടും CPM അടക്കമുള്ള ജനാധിപത്യവാദികൾ പറയും താടിയൊന്നും പോലീസിൽ വേണ്ട, നാളെ കുറി വേണമെന്നും ഇവൻ പറയും കൊന്ത വേണമെന്ന് ക്രിസ്ത്യാനി പറയും. അതുകൊണ്ട് ജനാധിപത്യ പോലീസിനകത്ത് അത് വേണ്ട, പോകുന്നമാരി പോയിക്കോട്ടെ എന്ന് CPM പറയുമ്പോ CPMനെ പ്രതിപക്ഷത്ത് നിർത്താൻ ഇടതുപക്ഷത്തെ മുസ്ലിം സമുദായത്തിന്റെ പ്രതിപക്ഷത്തേക്ക് കൊണ്ടുപോകാനുള്ള ലീഗിന്റെ തന്ത്രത്തിന്റെ പേരാണ് താടി. ഒരു സംശയമില്ല. അത്ര വലിയ താടി ആഗ്രഹമുണ്ട്. 5 മന്ത്രി ലീഗുകാർക്കില്ലായിരുന്നോ? ഒരക്ഷരം അന്നും ഉണ്ടാത്ത പെട്ടെന്ന് താടി ഉണ്ടാവേ? വേറൊരു കാര്യം ഇസ്ലാം പറയുന്നുണ്ട് താടി വേണമെന്ന്. താടി നിർബന്ധമാണെങ്കിൽ പാണക്കാട്ട് തങ്ങളുട്ടേക്ക് അത് വേണ്ടേ?
പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, അവരുടെ പിതാവ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആരാ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ? പ്രവാചകന്റെ 41ാമത്തെ പേരക്കുട്ടിയാണെന്ന് ലീഗ് പറയുന്നു. ആ 41ാമത്തെ പേരക്കുട്ടിക്കില്ലാത്ത താടി എന്തിനാ പാവപ്പെട്ട പോലീസുകാരന്? ആ കൂട്ടത്തിൽ ഇപ്പൊ ലീഗിന്റെ നേതാവ്, യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ആരെ? ആ കുടുംബത്തിൽ ജനിച്ച വലിയ പോലീസുകാരനാണ്. അത് പോട്ടെ, ഈ 42ാമത്തെ പേരക്കുട്ടിയാണല്ലോ മുനവ്വർ അലി തങ്ങള്. മുനവ്വർ അലി തങ്ങൾക്ക് താടി ഉണ്ടോ? കേരളത്തിന്റെ പുറത്തോ അയാൾ ഫേസ്ബുക്ക് നോക്കിയാൽ കാണാം, ഇയാൾ തൊപ്പി പോലും ഇവിടെ ഇല്ല, യോ ആയിട്ട് ഇങ്ങനെ നടക്കുക. ഒരു പ്രശ്നമില്ലല്ലോ, ബാക്കി ലീഗുകാർക്ക് ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഇതൊന്നും ഇവർക്കൊന്നും ഇല്ലാത്ത എന്ത് ഇസ്ലാമ കേരളത്തിലെ പാവപ്പെട്ട പോലീസുകാരന് വേണ്ടത്? ഇത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. അപ്പൊ ലീഗ് ഇസ്ലാം നിങ്ങൾ തൊട്ട് കളിക്കരുത്. ഞങ്ങൾ വിനീതമായി പറയും, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പറ, ഞങ്ങളുണ്ടാവും നിങ്ങളെ കൂടെ ഫൈറ്റ് ചെയ്യാൻ, ഞങ്ങളുണ്ടാവും പോരാട്ടത്തിന്റെ ഭൂമികയിൽ. പക്ഷേ ഇസ്ലാമിന്റെ അട്ടിപ്പേര് നിങ്ങൾ അവകാശപ്പെടരുത്. ഇസ്ലാം നിങ്ങളുടെ സാധനമല്ല. അങ്ങനെയാണ് ലീഗിന്റെ ഇസ്ലാമൊക്കെ നമ്മൾ പരിശോധിക്കണ്ടേ. ലീഗ് പറയുന്നത് അവർ താടിയുടെ വിഷയം എടുത്തത് കൊണ്ട് ലീഗിന്റെ ഇസ്ലാം എന്താ? ഇസ്ലാമുമായി വല്ല ബന്ധമുള്ള സാധനമാണോ ഇസ്ലാം? ഒന്ന്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത മുതലാളിത്ത വിരുദ്ധ രാഷ്ട്രീയ. രണ്ട് സാധനമാണല്ലോ. ഒന്നെന്താ? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അള്ളാഹു പലിശ ഹലാലാക്കി ഹറാമാക്കിയിരിക്കുന്നു, കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു എന്ന് അള്ളാന്റെ പ്രവാചകൻ പറയാം. എന്താ കാരണം? അത് പ്രവാചകന്റെ രാഷ്ട്രീയ സാമ്പത്തിക നയത്തിന്റെ ദിശാസൂചികയാണ്. എന്താ പറയുന്നത്? നിങ്ങൾ പലിശ വാങ്ങാനേ പാടില്ല, പലിശ ചൂഷണമാണ്. മറ്റൊരു സംഗതി, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുതലാളി 2.5% കൊല്ലത്തിൽ കണക്കെടുത്ത് കൊടുക്കേണ്ട പേരാണ് സക്കാത്ത്. ഇത് രണ്ടും ഇസ്ലാമിന്റെ മുതലാളിത്ത വിരുദ്ധതക്ക് തെളിവാണ്. ഇസ്ലാം എത്ര വലിയ മുതലാളിത്ത വിരുദ്ധാണെന്ന് നമുക്ക് പിന്നീട് പറയാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ലീഗിന് ഇതിലേതെങ്കിലും ലീഗിന് എതിർപ്പുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ? ലീഗ് എപ്പോഴും സക്കാത്തിനെ കുറിച്ച് പറഞ്ഞോ? പലിശയെ കുറിച്ച് ഇപ്പൊ നമ്മളൊന്ന് പരിശോധിക്കുക. ലീഗ് പലിശയുമായി ബന്ധപ്പെട്ട ലീഗിന്റെ കാഴ്ചപ്പാടെന്താ? ലീഗ് എപ്പോഴെങ്കിലും പലിശ എതിർത്തൊരു പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? പലിശ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, പലിശ ഭക്ഷിക്കുന്നവൻ, പലിശക്ക് വേണ്ടി കാവൽ നിൽക്കുന്നവൻ, അതിനുവേണ്ടി എടുത്തു നടത്തുന്നവൻ, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണെന്ന് വിശുദ്ധ പ്രവാചകൻ പറയുന്നു. ലീഗ് ഒന്ന് പറയട്ടെ, എന്താണ് പലിശയെ കുറിച്ച് ലീഗിന്റെ കാഴ്ചപ്പാട്? അള്ളാന്റെ പ്രവാചകൻ സബഉൽ മൂബിക്കാത്തിൽ അത് പെടുത്തുന്നു. സബഉൽ മൂബിക്കാത്ത് പറഞ്ഞാൽ തൗബ ചെയ്താൽ പോലും അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു പുറത്തു കൊടുക്കുള്ളൂ. അങ്ങനത്തെ കുറ്റമായ പലിശ. ഈ പലിശയെ കുറിച്ച് ലീഗിന്റെ കാഴ്ചപ്പാട് ഇസ്ലാമാണുള്ളവർ പറയുന്നു. ഒന്ന് പറയട്ടെ, 87 സർവീസ് സഹകരണ ബാങ്കുകളാണ് ലീഗ് ഒറ്റക്കും UDF മുന്നണിയായിട്ട് കേരളത്തിൽ ഭരിക്കണ. ചില്ലറ സംഗതിയല്ല. ഇവിടെയൊക്കെ ഉണ്ടംപോരിയാണോ ലീഗ് കൊടുക്കുന്നത്? ഇവിടെയൊക്കെ പലിശയല്ലേ കൊടുക്കുന്നത്? എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ പറയാൻ ഞങ്ങളാണ് ഇസ്ലാം. അള്ളാഹു സബഉൽ മൂബിക്കാത്തിൽ പെടുത്തിയ സാധനം. അതിൽ രസകരമായ സംഭവം എന്താ? വ്യഭിചാരത്തിന്റെ അതേ കുറ്റമാണ് ഇതിന്, പലിശ വാങ്ങുന്നതിന്. ഈ പലിശ വാങ്ങി കൊടുക്കുന്ന ബാങ്കുകളിലേക്ക് ജയിച്ചു പോകുന്ന ഹാജിയാക്കന്മാർ സമസ്തയുടെ പ്രസിഡന്റായ തങ്ങള്, അതുകൂടി പറയണ്ടേ, സമസ്തയുടെ പ്രസിഡന്റാണ്, ഇസ്ലാമിക പണ്ഡിതനാണെന്ന് അവകാശപ്പെടുന്നു. ആ അവകാശപ്പെടുന്നു അള്ളാന്റെ പ്രവാചകൻ സൂറത്തുൽ ഖസസിലൂടെ അള്ളാന്റെ പ്രവാചകനോട് പറയാൻ, വനുരീദു, നാം ആഗ്രഹിക്കുന്നു. ലീഗിനൊക്കെ എതിരെ അള്ളാഹ് ഇത് നേരത്തെ വരുന്ന അള്ളാഹ്ക്ക് അറിയായിരുന്നു. ലീഗ് വരുന്ന അള്ളാഹ്ക്ക് നേരത്തെ വിചാരമുണ്ട്. അതുകൊണ്ട് പറയണേ, നാം ആഗ്രഹിക്കുന്നു. ലീഗ് ആവണമെന്നല്ല, വനുരീദു, നാം ആഗ്രഹിക്കുന്നു. അന്നമുന്ന അലല്ലദീന ഇസ്തുദഅഫു, കീഴാളന്റെ ഉന്നമനമാണ്. പാവപ്പെട്ടവന്റെ മുസ്ലിമായ കീഴാളൻ എന്നല്ല അള്ളാഹു പറയുന്നത്. വനുരീദു അന്നമുന്ന അലല്ലദീന ഇസ്തുദഅഫു, കീഴാളനായ മനുഷ്യന്റെ ഉന്നമനമാണ് നാം ലക്ഷ്യമിടുന്നത്. വനജഅലുഹും അഇമ്മ, ലീഗൊന്ന് മനസ്സിലാക്ക, വനജഅലുഹും അഇമ്മ, അവനെ നേതാവാക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. ആരെ? ഈ പാവപ്പെട്ട മനുഷ്യനെ, പാവപ്പെട്ട കീഴാളനെ നേതാവാക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെന്ന് അള്ളാഹ് പറയാ. ലീഗിലൂടെ എത്ര പാവപ്പെട്ട കീഴാളന്മാര് നേതാവ് എന്ന് പറ, ഒന്ന് പറയട്ടവര്. ഇവിടത്തെ കോരനെയും കണാരനെയും പാവപ്പെട്ട മുഹമ്മദിനെയും കുടിയാനെയും ഉയർത്തിക്കൊണ്ടുവന്നത് ആരാ? ലീഗൊന്ന് പറയട്ടെ. അള്ളാന്റെ പ്രവാചകൻ പറയാ, അവനാണ് പാവപ്പെട്ടവനാണ് ഭൂമിയില് എന്റെ പിന്തുടർച്ചക്കാരൻ എന്ന വിപ്ലവത്തിന്റെ സന്ദേശം നൽകിയ വിശുദ്ധ ഖുർആൻ ലീഗിന് ഉപയോഗിക്കാൻ അവകാശമില്ല. ഞാൻ എപ്പോഴും പറയാം, അതുകൊണ്ട് ലീഗ് ഇന്നത്തോടെ മതം പറയുന്നത് അവസാനിക്കണം. നിങ്ങൾ വേറെ പല പ്രശ്നം, സ്ത്രീകളെ നമുക്ക് ഒരു വലിയ പ്രശ്നം എന്താ സഖാക്കളെ, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താ? നമ്മൾ ഈ രാഷ്ട്രീയ പ്രസംഗം ഒന്നും ഇവർക്ക് എത്തൂല. കാരണം എന്താ? ഇവർക്ക് ആകെ കിട്ടുന്നത് ഖുർആൻ ക്ലാസ്സാ. സ്ത്രീകൾ പുറത്തിറങ്ങരുത് ലീഗും ഇവിടെ മതസംഘടനയൊക്കെ പറയുന്നതിന്റെ കാരണം എന്താ? ഇവരിലേക്ക് പൊളിറ്റിക്കൽ എത്തുന്നില്ല. ഒരു സംശയമില്ല, പറയാൻ നമുക്ക് ഒരാളെയും പേടിയില്ല.
പൊളിറ്റിക്കൽ ക്യാമ്പയിൻ സ്ത്രീകളിലേക്ക് എത്തണമെങ്കിൽ ഇവർ തെരുവിൽ വന്ന് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാക്കണം. മനസ്സിലാക്കാനുള്ള അവകാശം ലീഗടക്കമുള്ള മതസംഘടനകൾ 16 കെട്ടിച്ചുവിടാൻ മായിനാജിക്ക് ഇത്ര തിരക്കുണ്ടെങ്കിലെന്താ? മായിനാജിന്റെ കുട്ടിനെ കെട്ടിച്ചാലുള്ള തിരക്കൊന്നുമല്ല. ഇത് 16 കഴിഞ്ഞ് 18 കഴിഞ്ഞ് 19 കോളേജ് കഴിഞ്ഞാണ്ടല്ല പിന്നെ ഒരൊറ്റൊന്ന് ലീഗാവൂല. ലീഗ് എന്ന് കണ്ട അസ്സലാമു അലൈക്കും നമ്മൾ പോവാണ് പറയും. ഇത് പോവാതിരിക്കാനാണ് എന്ത് ചെയ്തത്? 16 തന്നെ കെട്ടിച്ചു വിട്ട പാവം കുട്ടി 19 പറ്റി 17 പറ്റി. പിന്നെന്ത് ഇസ്ലാം, പിന്നെ എന്ത് ദീന്, പിന്നെ എന്ത് രാഷ്ട്രീയം? ഇത് അവസാനിപ്പിക്കുന്നത് ലീഗിന്റെ തന്ത്രമാണ്. ഞാൻ അവസാനിപ്പിക്കുന്ന ആ വിഷയം. അതുകൊണ്ട് ലീഗ് ഈ രാഷ്ട്രീയം പറയുന്നത് അവസാനിക്കണം, മതം പറയുന്നത് അവസാനിക്കണം. നിങ്ങൾ വേറെ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ പ്രശ്നം എന്ന് പറ. നിങ്ങളൊന്ന് തമ്മിൽ മുട്ടിവെക്കുക. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷങ്ങൾക്ക് ആരാണ് എന്തെങ്കിലും ചെയ്തത്? ഒന്ന് മുട്ടുങ്ങള്. ഞങ്ങൾ പറഞ്ഞുതരാം. CPM ആണ് ചെയ്തത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് CPM ചെയ്ത പോലെ ലീഗ് ചെയ്തിട്ടില്ല. ഒന്ന് പറയുന്നത് മുസഫർ നഗർ കലാപം ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയുന്നുള്ളൂ. മുസഫർ നഗർ കലാപം കഴിഞ്ഞപ്പോ ഉത്തരേന്ത്യയിൽ 2013 ഡിസംബറിലാണ് ഞങ്ങൾ ഇത് ഇറക്കിയത്. മുഖ്യധാര ഇറക്കി നവംബറിൽ. ഞാൻ നേരെ പോയത് മുസഫർ നഗറിലേക്കാണ്. എന്താ മുസഫർ നഗറിന്റെ പ്രത്യേകത? മുസഫർ നഗറിലെ മുസ്ലിങ്ങൾക്കിടയിൽ അവിടുത്തെ സംഘപരിവാർ കേരളത്തിൽ അവർ പരീക്ഷിച്ച് പരാജയപ്പെട്ട ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രചരണവുമായി കലാപമുണ്ടാക്കാൻ ഉത്തരേന്ത്യയിൽ സംഘപരിവാറിന് കഴിഞ്ഞു. ഡിസംബർ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ മരം കോച്ചുന്ന തണുപ്പാണ്. അവിടെ പുറത്തിറങ്ങിയാൽ കിടുകിടാ വിറക്കും. ഇന്നും ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയപ്പോ അവിടെ നല്ല തണുപ്പാണ് ഡിസംബറിൽ. അങ്ങനത്തെ ഡിസംബറിലാണ് മുസഫർ നഗറിൽ കലാപമുണ്ടാകുന്നത്. ആ കലാപമുണ്ടായപ്പോ ആ ഭൂമിയിലേക്ക് ആദ്യമായി എത്തുന്നത് CPM-ന്റെ പ്രവർത്തകരാണ്. ലീഗ് ഒന്ന് പറങ്ങള്. ആരെങ്കിലും എത്തി അവിടെ? അഹമ്മദ് സാഹിബിന് ഡൽഹിയിൽ നിന്നൊന്ന് അങ്ങോട്ട് എത്താൻ എത്ര സമയാവശ്യമുണ്ട്? നടന്നാ എത്തൂലല്ലോ. 5-6 ആള് പിടിക്കണം. അതിന് ഇവിടുന്ന് യൂത്ത് ലീഗുകാർ പോയിട്ട് വേണ്ടേ? എത്തിയത് എപ്പോഴാ? മാർച്ചിലാണ് എത്തുന്നത്. 64 വീടുകളാണ് CPM മുസഫർ നഗറിൽ കൊടുത്തത്. ലീഗ് എന്ന് പറയട്ടെ, ഒരു ബ്രാഞ്ച് കമ്മിറ്റി പോലും ഇല്ല. ആ ഒരു ബ്രാഞ്ച് കമ്മിറ്റി പോലും ഇല്ലാത്ത മുസഫർ നഗർ CPM എന്തിനാ വീട് കൊടുത്ത്? ആരെങ്കിലും ചോദിക്കോ CPM-നോട് നിങ്ങൾ മുസഫർ നഗറിൽ എന്തേ ചെയ്തതെന്ന്? കാരണം ഞങ്ങള് സമുദായ സംഘടനയല്ലല്ലോ. അതാണ് കീഴാളന്റെ, അതാണ് പാവപ്പെട്ടവന്റെ, അതാണ് ഇരയാക്കപ്പെട്ട മനുഷ്യന്റെ കൂടെ CPM ഉണ്ടാകുമെന്നതിന്റെ തെളിവതാണ് ലീഗ്. നിങ്ങളൊന്ന് പറ. മുസഫർ നഗറിൽ ലീഗ് ഇതുവരെ പണി തീർത്തിട്ടില്ല. നമ്മളെന്താ പറയാ? ഓണത്തിന് കൊടുക്കുമ്പോഴല്ലേ അതിന് ഓണക്കോടി എന്ന് പറയാ, അല്ലെങ്കിൽ പിന്നെ അതിന് കോണക്കണ്ടെന്നല്ലേ പറയാ, തുണിക്ക്. കലാപം കഴിഞ്ഞ ആളുകൾക്ക് മന്ദനായ ഒരു പാവപ്പെട്ടവൻ വന്നപ്പോ പ്രവാചകനൊന്നും മൈൻഡ് ചെയ്യാതിരുന്നില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ വിളിച്ച് എപ്പോഴേ വന്നു എന്നൊക്കെ ചോദിച്ചു. വൈകിയതിന്റെ പേരിൽ അള്ളാഹു ശാസിക്കുകയാണ്. നീ എന്താണ് പ്രിയപ്പെട്ട പ്രവാചകരെ, നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ആ അന്ധനായ മനുഷ്യൻ വന്നപ്പോ നിങ്ങൾ സ്വീകരിക്കണമായിരുന്നുവെന്ന് പ്രവാചക തിരുമേനിയെ ശാസിച്ച ഇസ്ലാം. ആ ഇസ്ലാമിന്റെ പേര് പറയാൻ ലീഗിന് അവകാശമില്ല, തങ്ങൾ പാപ്പാക്ക് അവകാശമില്ല, സമ്പന്നന്റെ അരമനകളിൽ അന്തിയുറങ്ങുന്ന ലീഗിന്റെ നേതാക്കൾക്ക് അവകാശമില്ല. ഇതാ ഞങ്ങളുടെ പൊളിറ്റിക്സ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ആർക്കാണ് അവകാശപ്പെട്ടത്? ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് കീഴാളന്റെ കൂടെ വെക്കുന്നത്. ഞങ്ങൾ എന്താ പറഞ്ഞത്? മതമല്ല പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം. നീ മുഹമ്മദാണോ മാത്യൂസാണോ വിജയനാണോ എന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. നിന്റെ വീട്ടില് ഭക്ഷണമുണ്ടോ? നിനക്ക് അവകാശമുണ്ടോ? നിനക്ക് ജീവിക്കാനുള്ള സംവിധാനമുണ്ടോ? അതാണ് ഞങ്ങളുടെ പ്രശ്നം. ഇസ്ലാം തന്നെ പറഞ്ഞത് സൂറത്തുൽ ഖസസ് എന്ന് മനസ്സിലാക്കണം. ലീഗിനെ കുറിച്ചൊക്കെ അള്ളാഹ് നേരത്തെ പറഞ്ഞുണ്ട്. സൂറത്തുൽ ഖസസ് എന്ന് പറയുന്ന അധ്യായമുണ്ട് വിശുദ്ധ ഖുർആനിൽ, 28-ാമത്തെ അധ്യായം. ആർക്ക് വേണേലും നോക്കാം, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. അത് സൂറത്തുൽ ഖസസ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇറങ്ങിയാന്ന് ഞാൻ പറയാം. എന്താ കാരണം? വെറുതെ തമാശയല്ല. കാരണം എന്താ? മുതലാളിത്തത്തിന്റെ കുഞ്ഞാലിക്കുട്ടിയെ പ്രതികരിക്കുക കേട്ടോ. ലീഗിലെല്ലാവരും എന്താ സാധനം? മുതലാളിത്തത്തിന്റെ അഹങ്കാരം ഒരു മനുഷ്യന് സംഭവിച്ചാൽ എന്ത് സംഭവിക്കുന്നു? സൂറത്തുൽ ഖസസിൽ പറയുന്നുണ്ട്. 28-ാമത്തെ അധ്യായത്തിൽ എന്താ പറയുന്നാരോ? കാറൂൻ എന്ന് പറയുന്ന മൂസ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന അന്നത്തെ കുഞ്ഞാലിക്കുട്ടി അഹങ്കാരിയായിരുന്നു. ആ അഹങ്കാരിയെ ഭൂമിയിലേക്ക് ഇറക്കി വെച്ചു. ഭൂമിയിലേക്ക് പിളർന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി. ഇന്നൊക്കെ അങ്ങനത്തെ ശിക്ഷയുടെ ലീഗിന്റെ എല്ലാവരും ഒരൊറ്റ ആൾ നമ്മൾ കാണൂല, എല്ലാം ഭൂമിന്റെ അടിക്ക് പോയിട്ടുണ്ട്. അഹങ്കാരം. നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇതാണ് ഇസ്ലാം. അതിനകത്ത് ആ സൂറത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. ആ സൂറത്തിലെ 3-ാമത്തെ സൂക്തം ഇങ്ങനെയാണ്, 3-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: ഇത് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു സാധനമുണ്ട്. എന്താ? ഞാൻ ഭയങ്കര ഒരു കച്ചവടം ഇതിൻ്റെ ഇടയിൽ നടക്കണമല്ലോ. ഞാനും ഡോക്ടർ KT ജലീൽ MLA-യും എല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഒരു മാസികയുണ്ട് മുഖ്യധാര. ഈ മുഖ്യധാര ഞങ്ങൾ തുടങ്ങിയത്, ഞങ്ങൾ കോഴിക്കോട് നിൽക്കുമ്പോൾ ഒരു ആലോചന വന്നു, ഈ മുസ്ലിങ്ങളിലേക്ക് എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം.
മുസ്ലിം കമ്മ്യൂണിറ്റിയോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ അതിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഒരു മാസിക തുടങ്ങാം. 3 മാസത്തിലൊരിക്കൽ വളരെ ഗഹനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാസിക തുടങ്ങാം. അങ്ങനെയാണ് 2013 കുത്തുബുദ്ദീൻ അൻസാരിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്ത് മുഖ്യധാര തുടങ്ങുന്നത്. ആ മുഖ്യധാര വിവിധ അവസാനം ഇനി വരാൻ പോകുന്ന ലക്കം ഏകീകൃത സിവിൽ കോഡും ശരിയത്തോണ്. അതെല്ലാവരും വാങ്ങി ഒരു കോപ്പി കൈവച്ച നാളെ ലീഗുകാർ പറയുമ്പോൾ അതുകൊണ്ട് തലക്കൊന്ന് കൊടുത്താൽ എല്ലാ പ്രശ്നം തീരും. അതുകൊണ്ട് ഇത് നിങ്ങൾ വാങ്ങണം. പക്ഷെ ഈ സാധനം ഇപ്പൊ നിങ്ങളെ കയ്യിൽ വരാൻ പോകുന്നത് പഴയ കുറച്ച് ലക്ഷ്യങ്ങളാണ്. അതിലുള്ളതൊന്ന് നാദാപുരത്ത്. ഇപ്പൊ ലീഗ് എപ്പോഴും പറയലുണ്ട് നാദാപുരത്ത് CPM BJP ആണ്, RSS ആണ്, അതുകൊണ്ടാണ് BJP ഉണ്ടാകത്ത്. എന്താണ് നാദാപുരത്തിന്റെ ചരിത്രം? ആ ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു ലക്കമാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു ലക്കം അതോടെ കിട്ടും ചിലത്. മറ്റൊന്ന് ഗസ. നിങ്ങൾക്കറിയില്ല, ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വേദനിപ്പിച്ച സംഗതിയാണ്. ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് ആരാ ലീഗല്ല ഉണ്ടായിരുന്നത്? ഫലസ്തീനിലെ ഒന്നാമത്തെ ഇന്തിഫാദ മുതൽ ആ സമരങ്ങൾക്ക് മുഴുവൻ ഫണ്ട് ചെയ്തിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. ആ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയാണ് ഫലസ്തീന്റെ സ്വാതന്ത്ര്യം ഇത്ര വൈകിയതെന്ന് ആർക്കാണ് അറിയാത്തത്? ആ ഫലസ്തീന്റെ ചരിത്രം മുഴുവനായി പറയുന്ന ഗസ കേടുകയാണ്. അതെല്ലാവരും നിങ്ങളുടെ കയ്യിൽ ഇവിടുത്തെ സഖാക്കൾ കൊണ്ടുതരും. അത് ഇന്നയും ജലീൽ ഖാനൊക്കെ ഒന്ന് സഹായിക്കാൻ വേണ്ടി നിങ്ങളത് വാങ്ങി ഒന്ന് കയ്യിൽ വെക്കണം. അത് സൂക്ഷിക്കേണ്ടതാണ്. വരിക്കാരാ മുന്നൊന്ന് പരിചയപ്പെടാതെ മാസിക. അപ്പൊ നിങ്ങൾക്ക് ജലീൽ ഖാന്റെ ഒരു ലേഖനമുണ്ട്, മലബാർ കലാപത്തിന്റെ മറുവശം. അതും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഈ ഗസയുടെ കയ്യിൽ. അപ്പൊ എല്ലാവരും ഓരോ കോപ്പി വാങ്ങി സഖാക്കൾ അത് എത്തിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്താൽ വലിയ ഉപകാരമാണെന്ന് ഞാൻ അതിന്റെ സാന്ദർഭികമായി ഈ കച്ചവടോടി നടത്തട്ടെ. എല്ലാവരും കച്ചവടമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത് ഇസ്ലാം. ഈ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടവർ നിൽക്കുമ്പോ തങ്ങളിപ്പാപ്പ പറയേണ്ട പലിശ ഹറാമാണെന്ന് എന്താ നേരെ പറഞ്ഞെന്താ ചെയ്യാ? ജയിച്ചു ചെല്ലുന്ന ആചാരോട് കുട്ടിയെ ഇജ്ജ് മാങ്ങരുത് കേട്ടോ, പലിശക്ക് വലിയ ഹറാമാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട തങ്ങൾ പകരം എന്താ അൽ ഫാത്തിഹ. ഞാൻ ചെന്നാണ് തങ്ങളോട് പറയാം എനിക്ക് വ്യഭിചരിക്കാൻ പോണോ, അന്നായിക്കോട്ടെ ബിസ്മിയൊക്കെ ചെല്ലി ഇന്നെ പറഞ്ഞയക്കുക. എങ്ങനെയുണ്ട്? ബിസ്മി ഒന്നൊക്കെ എടുത്തുനിന്ന് പോയിക്കോച്ച് നന്നായി വ്യഭിചരിച്ച് വാങ്ങിച്ചു. ഇത് ഇസ്ലാമാണ്. ഇതിനെ ഇസ്ലാം എന്ന് പറയാൻ പറ്റും? നിങ്ങളൊന്ന് പറയും. അതുകൊണ്ട് ഇതിനെ ഇസ്ലാമാണെന്ന് ലീഗിനെ ഇസ്ലാമുമായി നിങ്ങൾ ബന്ധപ്പെടുത്തരുത്. നമ്മുടെ സ്ത്രീകൾക്കിടയിലേക്ക്, നമ്മുടെ സാധാരണ സ്ത്രീകൾക്കിടയിൽ ഇസ്ലാമിനെ പറഞ്ഞ് പാണക്കാട് തങ്ങളിപ്പാപ്പാന്റെ പോരിശ പറഞ്ഞ് ലീഗ് നടത്തിയ രാഷ്ട്രീയം അത് അവസാനിച്ചുകൊണ്ടിരിക്കുക. അത് അവസാനിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് ഇവിടുത്തെ ചില മൂല്യന്മാരാ. അത് പറയാതെ നിർവാഹമില്ല. എന്താ ഈ മൂല്യന്മാര് ഭയങ്കര പ്രസംഗമാണല്ലോ ഇപ്പൊ നാട്ടില്. എല്ലായിടത്തും വയലുകൊണ്ട് വയല്. ഇപ്പം കഴിഞ്ഞ ദിവസം എന്താ നടക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നൈതികതയോ നീതിയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടണോ? ഇല്ലല്ലോ. പ്രസംഗത്തിൽ സ്ത്രീകളെ വൈകാരികതയെ ഉണർത്തുന്ന ചില സാധനങ്ങൾ. എന്താ ഒരു പ്രസംഗത്തിന്റെ വയലിന്റെ വിഷയം? എന്താ ഒരു വയലിന്റെ വിഷയമാണ് ഖബറിലെ ആദ്യ രാത്രി. ഖബറിലെ ആദ്യ രാത്രി കിടക്കാൻ പോകില്ലേ വേണം. എന്നിട്ട് ഉമ്മ അത് കേട്ടാണ്ട് ഇങ്ങനെ ആവേശം കൊള്ളു. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എന്റെ ഉമ്മനോട് പറയാം, കുഞ്ഞുമാൻ എനിക്കൊരു 10,000 റുപ്യാണ്. ഞാൻ ചോദിച്ചു, സാധുവായ വിദ്യാർത്ഥിയായ ഞാനെങ്ങനെ മകൾക്ക് 10,000 റുപ്യ തരാം? എന്തിനാ നിങ്ങൾക്ക് ഇത്ര ഗതിയിട്ടൊരു 10,000 ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത്, സ്വർഗത്തിൽ നീണ്ടീർന്ന് കിടക്കണമെങ്കിൽ 10,000 റുപ്യ വേണമെന്ന് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു. ഒരു കട്ടില് കിട്ടണമെങ്കിൽ എന്ന് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു. സാധാരണ ഈക്യ സംസ്ഥയുടെ പള്ളിയാണ്. സ്വാഭാവികമായിട്ടും അവിടെ എല്ലാ ഞായറാഴ്ചയും ഖുർആൻ ക്ലാസ് ഉണ്ട്. അവന്റെ അമ്മ പോകും, നമ്മളതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് വന്നിന്റെ അമ്മാനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ 2,000 റുപ്യ തരാം, ആദ്യം ഞങ്ങൾ അതിന്റെ ഉള്ളിക്കൊന്ന് കടക്കി ഒരു കസാല കിട്ടും സ്വർഗത്തിൽ നോക്കി. ഉമ്മാനോട് പറയേണ്ട ഗതികേടിലേക്ക് ഞാൻ പോയി. കാരണം എന്താ, ഈ സ്ത്രീകളുടെ വൈകാരികതയെ പിടിച്ചുലച്ചുകൊണ്ടാണ് ഇവർ പ്രസംഗിക്കുന്നത്. അതിനെ നിർത്തിയിട്ട് സ്ഥിരമായി കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പില് തലേ ദിവസം വരെ ഞങ്ങളുടെ നാട്ടിൽ CPM ഒന്നുമില്ല. CPM ഇല്ലാത്തൊരു ഗ്രാമത്തിലെ ആളില് ഞങ്ങളൊക്കെ SFIക്കാർ കുറച്ച് ആളുകൾ ചേർന്ന് CPM ഉണ്ടാക്കി ഒരു സ്ഥാനാർത്ഥിയെ സ്വതന്ത്രമായി നിർത്തി. തലേ ദിവസം വരെ എൻ്റെ അമ്മ പറഞ്ഞു, എന്ത് ഇജ്ജ് നിൽക്കല്ലേ, ഏതായാലും എൻ്റെ ആൾക്കാരല്ലേ നിൽക്കണം, ഞാൻ വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ എൻ്റെ അമ്മ തലേ ദിവസം ഖുർആൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നോട് മുണ്ടണില്ല. എന്നോട് മുണ്ടിയ പ്രശ്നമാണ്. ഇന്നെങ്ങനെ തിരിഞ്ഞു നടക്കുക എൻ്റെ അമ്മ. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമ്മാനോട് വോട്ട് കിട്ടണമല്ലോ. ഞാൻ ചോദിച്ചു, എല്ലാം എന്താ പ്രശ്നം, ഞാൻ എന്താ നിങ്ങളെ കാട്ടി എന്ന് ചോദിച്ചു. എൻ്റെ അമ്മ മിണ്ടണില്ല. കയ്യിലൊരു പുതിയ തസ്ബീമാലി ഒരു വെള്ളവും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ? അപ്പൊ അമ്മ പറയാ, ഇത് പാണക്കാട് നിന്ന് കൊടുത്തയച്ച കോണിക്ക് വോട്ട് ചെയ്യാനും പറഞ്ഞു. തലേ ദിവസം വരെ എനിക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞ എൻ്റെ അമ്മ. എങ്ങനെയുണ്ട് ഈ രാഷ്ട്രീയമൊക്കെ അവസാനിക്കേണ്ട കാലം കഴിഞ്ഞ് നിങ്ങൾ രാഷ്ട്രീയം പറയും. ഞങ്ങൾ ലീഗിനെ വെല്ലുവിളിക്കുക. ഇസ്ലാമിന്റെ വിമോചന ദൈവശാസ്ത്രം, ഇസ്ലാമിന്റെ വിമോചന രാഷ്ട്രീയം പറയും. ആയത്തും ഹദീസുമോ നിങ്ങൾ പറഞ്ഞോ, ഞങ്ങളുണ്ട് ഹൗസിന്ദാബാദ് വിളിക്കാൻ. അല്ലാതെ നിങ്ങൾ ഈ സ്ത്രീകളുടെ ഉമ്മാക്കി കാണിച്ച് സ്ത്രീകളെ, പാവപ്പെട്ട സ്ത്രീകളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയം അവസാനിക്കേണ്ട കാലമാണ്. മതം പറഞ്ഞുള്ള രാഷ്ട്രീയം അവസാനിക്കേണ്ട കാലമാണ്. മതങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യം പറയാണ്ട്. മുതലാളിത്തത്തിന്റെ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിൻ്റെത്.
ആർക്കെങ്കിലും സംശയമുണ്ടോ? അതിലെന്തെങ്കിലും കീഴാളന്റെ കൂടെ മുതലാളി, കീഴാളന്റെ കൂടെ ലീഗ് നിന്നിട്ടുണ്ടോ? ഒന്ന് പരിശോധിക്കുന്ന ചരിത്രത്തിൽ എവിടെയെങ്കിലും 1987 EMS ഗവൺമെന്റ് ഇവിടെ വിമോചന സമരം നടത്തിയില്ലേ ലീഗ്? അന്ന് വിളിച്ച മുദ്രാവാക്യം ലീഗിന് ഓർമ്മയുണ്ടോ? 1 കെട്ടും 2 കെട്ടും EMSന്റെ ഓളിങ് കെട്ടും. അല്ല, അന്ന് വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു? അന്ന് വിളിച്ച മുദ്രാവാക്യം പാളയകഞ്ഞു കുടിപ്പിക്കും, തമ്പ്രാനെന്ന് വിളിപ്പിക്കും, ചാത്തൻ പൂട്ടാൻ പോവട്ടെ, ചാക്കോ ഭരിക്കാൻ പോട്ടെ. ഇതൊക്കെ ലീഗ് വിളിച്ച മുദ്രാവാക്യം. ഇങ്ങോട്ട് വലിയ കുളൂസോര്, ഞങ്ങൾ പാവപ്പെട്ടവന്റെ ആളാണ്. 57 കേരളത്തിൽ വിളിച്ചതാ. എന്താ പാളയകഞ്ഞു കുടിപ്പിക്കും? എന്താ ഈ പാളയകഞ്ഞു കുടിപ്പിക്കുക പറഞ്ഞാൽ? പാള എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജന്മിയായ ഏതെങ്കിലും ഹാജിയാരുടെ മുന്നിൽ, വീട്ടിന്റെ മുന്നിലുണ്ടാകുന്ന ചില കുഴികളുണ്ട്. ആ കുഴിയിലേക്ക് പാള ഇറക്കി വെച്ച് അതിലേക്ക് കഞ്ഞി പാർന്നു കൊടുത്ത് അങ്ങനത്തെ കോരന്മാരെ കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന പാർട്ടിയുടെ പേരാണ് ലീഗ്. CPM. നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അങ്ങനെയാണ് ഈ രാജ്യത്ത് അന്ന് ലീഗ് വിളിച്ച മുദ്രാവാക്യം പാളയെ കഞ്ഞു കുടിപ്പിക്കും.